സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കുഞ്ഞ് ഇബ്രാഹിം എന്ന പേരുള്ള അലൈഹിസ്സലാം, ചെറിയ കുഞ്ഞിന്റെ പേരാണ്. അവരൊക്കെ 1.5 വയസ്സിന്റെ ഉള്ളിൽ മരിച്ചുപോയ മക്കളാണ്. എല്ലാ ആൺകുട്ടികളും മരിച്ചില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം. ആ കുട്ടി മരിച്ചപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇന്നാലി മൗതിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, മോനെ ഇബ്രാഹിം, നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് മോനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഒരു സൂര്യഗ്രഹണം സംഭവിച്ചു. ആളുകളൊക്കെ പറഞ്ഞു, ഈ സൂര്യന് ഗ്രഹണം സംഭവിച്ചത് അള്ളാന്റെ റസൂലിന്റെ കുഞ്ഞ് വഫാത്തായത് കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർ പറഞ്ഞു. അള്ളാഹുവിന്റെ അജലിയായ തീരുമാനം കൊണ്ട് നടന്നതാണ്. അന്ന് അവരങ്ങനെ പറഞ്ഞു. അത് നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞ് മരിച്ചുകൊണ്ടാണ് ഈ സൂര്യഗ്രഹണം സംഭവിച്ചത്. ആ സമയത്ത് സൂര്യന്റെ അത്ഭുതം മനസ്സിലാക്കി കൊടുക്കാൻ ഈ ആയത്തുകൾ ബോധിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സങ്കടപ്പെട്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് പള്ളിയിലേക്ക് വന്ന് ജമഅന്നാസ്, ജനങ്ങളെല്ലാരെയും വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും പള്ളിയിലേക്ക് വന്ന് നബി തങ്ങൾ ഖുതുബ നിർവഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് സൂര്യഗ്രഹണമാണ്. അശ്ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ആയതാനി മിൻ ആയാത്തില്ലാഹ്, അല്ലാഹു ഉണ്ടെന്ന് വിളിച്ചു പറയുന്ന ദൃഷ്ടാന്തങ്ങളാണ് സൂര്യനും ചന്ദ്രനും. ലാ യഖ്തിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതി, ഒരാൾ മരിച്ചാലോ ഒരാൾ ജീവിച്ചാലോ അല്ല ഇവിടെ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ സംഭവിക്കുന്നത്. ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. സൂര്യഗ്രഹണ നിസ്കാരം നിർവഹിക്കണം നമുക്ക് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ഖുസൂഫിന്റെ നിസ്കാരം നിർവഹിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുസൂഫ് നിസ്കാരം നിർവഹിക്കുകയാണ്. ഖുസൂഫും ഉണ്ട്. ഖുസൂഫ് സൂര്യന്, ഖുസൂഫ് ചന്ദ്രന്റെ ഗ്രഹണത്തിന്. സുബ്ഹാനല്ലാഹ്. ആ നേരത്ത് പുറത്തിറങ്ങി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ആയതാനി മിൻ ആയാത്തില്ലാഹ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ചന്ദ്രൻ ഉയർന്നു വരുമ്പോ ഓരോ മാസപ്പിറവി കാണുമ്പോൾ ദുആയിരക്കണ്ടേ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ സലാമത്തി വൽ ഇസ്ലാമി ഹിലാല റുഷ്ദിൻ വ ഖൈർ റബ്ബി വ റബ്ബുകല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദ അശ്ശഹരി വ ഖൈറ മാ ഫീ. അയ്യോ ദുആകൾ വന്നില്ലേ? ചന്ദ്രൻ ഉയർന്നു വരുമ്പോ ദുആ ചെയ്യണം, അല്ലാഹുവേ ഇത് നിന്റെ ദൃഷ്ടാന്തമാണ് പടച്ചോനെ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ, ഞങ്ങൾക്ക് ഇത് ഈമാൻ വർദ്ധിക്കാനും സമാധാനം കിട്ടാനും നിന്നിലുള്ള തഖ്വ വർദ്ധിക്കാനും ഇത് നിമിത്തമാക്കണം പടച്ചോനെ. വസ്സലാമത്തി വൽ ഇസ്ലാം ഹിലാല റുസ്ദിൻ വ ഖൈർ റബ്ബി വ റബ്ബുകല്ലാഹ്, എന്റെയും നിന്റെയും റബ്ബ് അല്ലാഹുവാണ്. മാസം കാണുമ്പോൾ ദുആക്കാൻ പറഞ്ഞ ദുആയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് നമ്മുടെ മഗ്രിബ് നിസ്കാരം, സൂര്യൻ ഉദിക്കുമ്പോഴാണ് നമ്മുടെ സുബഹി നിസ്കാരം അവസാനിക്കുന്നത്. സൂര്യൻ മധ്യത്തിലെത്തുമ്പോഴാണ് നമ്മുടെ ളുഹർ നിസ്കാരത്തിന്റെ സമയം. എന്തൊരു മനോഹരമാണ്! ഈ വലിയ ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. മുമ്പൊക്കെ നിസ്കാരത്തിന്റെ സമയം കണക്കാക്കുന്നത് വെയിലിന്റെ നിഴലിന്റെ കണക്ക് നോക്കിയിട്ടാണ്. അതുകൊണ്ട് ഉലമാ പറഞ്ഞു, അങ്ങനെ വെയിലിന്റെ കണക്ക് നോക്കി നിസ്കാരത്തിന്റെ സമയം കാണുന്ന ആ പണി പോലും ഇബാദത്താണ്. കാരണം അത് സൂര്യന്റെ ചലനവുമായി അതിന്റെ ബന്ധിപ്പിച്ച് ഇബാദത്തുമായി കണക്ട് ചെയ്യാണ്. അല്ലെ, നിസ്കാരത്തിന് നേരായോ ഇല്ലയോ, എത്ര സമയം ബാക്കിയുണ്ട്, ഇതൊക്കെ നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ സൂര്യനുമായി ബന്ധപ്പെട്ട നമ്മളൊക്കെ കാണുമ്പോൾ അങ്ങനെ എന്നും ഉദിച്ചു, എന്തെങ്കിലും അതിന് വെളിച്ചം കുറഞ്ഞോ, ഇനിയും ബില്യൺ കണക്കിന് കൊല്ലം അതിന് പ്രകാശം ചൊരിക്കാനുള്ള അതിന്റെ കഴിവുണ്ടെന്നാണ് ഇന്ന് ആധുനിക ശാസ്ത്രം അവര് കണ്ടെത്തിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. എത്രയോ വർഷങ്ങളായി അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, സൂര്യൻ പ്രകാശിക്കാൻ തുടങ്ങിയിട്ട് 4.6 ബില്യൺ വർഷം കഴിഞ്ഞു. പ്രകാശിക്കാൻ 4.6 ബില്യൺ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഏകദേശം ഒരു 5 ബില്യൺ വർഷം കത്താനുള്ള പ്രകാശത്തിന് ആവശ്യമായ ഹീലിയം, ഹൈഡ്രജൻ ഇത് സൂര്യനിൽ ഇപ്പോൾ സ്റ്റോക്ക് ആണെന്നാണ്. എത്ര? 5 ബില്യൺ. 1000 മില്യൺ അല്ലേ ഒരു ബില്യൺ അല്ലേ? പറഞ്ഞേരേ, കച്ചവടക്കാർക്ക് അറിയുള്ളൂ. 1000 മില്യൺ ആണ് ഒരു ബില്യൺ. മില്യൺ ഇസ് എ ട്രില്യൺ. 1000 മില്യൺ കൂടുമ്പോഴാണ് നമ്മൾ ഒരു ബില്യൺ ആവുക. അങ്ങനെ 5 ബില്യൺ എന്ന് പറഞ്ഞാൽ 5000 മില്യൺ വർഷം കത്താനുള്ള പ്രകാശം സൂര്യനിൽ ഇപ്പൊ ഉണ്ട് എന്നാണ്. പക്ഷെ അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ ഇൻസ്റ്റന്റ്ലി തഅഖുദുഹും വഹും യഖ്സിമൂൻ, തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാ കാരണം ഖിയാമത്ത് നാളെ സംഭവിക്കാം. ലോകം അവസാനിക്കോ ഇല്ലേ എന്ന് സെമിനാർ ഞാൻ നടക്കുക കാരണം അപ്പോഴാണ്
ഖിയാമത്ത് നാളെ സംഭവിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനല്ലേ പറഞ്ഞു, ഖുദുഹും വഹും യഖ്സിമൂൻ. ഓരാകെ ഡിബേറ്റ് നടക്കുക, എന്തേ ലോകം അവസാനിക്കുകയില്ലേ, അതിന്റെ ഇടയിലായിരിക്കും അത് സംഭവിക്കാൻ. അങ്ങനെ വല്ല ഗ്ലോബൽ ഡിബേറ്റ് നടക്കാൻ പോകുന്നുണ്ടോ നമുക്കറിയില്ല കേട്ടോ. പക്ഷേ ഇൻസ്റ്റന്റ്ലി ഇത്രയും കാലത്തിന്റെ വെയിറ്റിംഗ് വേണ്ട, അതിന്റെ ഗ്രാജുവൽ ഡെത്ത്. ഇത് ഒരു സൂര്യൻ അവസാനിക്കും, അല്ലെങ്കിൽ വെളിച്ചമില്ലാത്തൊരവസ്ഥയിലേക്ക് സൂര്യൻ പോകുന്നുണ്ട്. അതൊരു ഡാർക്ക് മാറ്റർ അല്ലെ, ഒരു കറുത്ത ഗോളമായിട്ട് മാറാൻ പോകുന്നുണ്ട് എന്ന് സുബ്ഹാനല്ലാഹ് സയന്റിസ്റ്റുകൾ മനസ്സിലാക്കുകയാണ്. അതാണ് അല്ലാഹു തആല സൂറത്തുൽ ഖിയാമയിൽ പറയുന്നത്, വജുമി അശ്ശംസു വൽ ഖമർ. സൂറത്തുൽ തക്വീർ, ഇദശ്ശംസു കുവ്വിറത് അല്ലേ, ഇദശ്ശംസു കുവ്വിറത്. സൂര്യന് തക്വീർ സംഭവിച്ചാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, തക്വീർ എന്ന് പറഞ്ഞാൽ കുവ്വിറത് എന്ന് പറഞ്ഞാൽ യാനി ഉദ്ലിമത്, സൂര്യൻ ഇരുട്ടായി മാറിയാൽ, യാ അല്ലാഹ്, സൂര്യനിൽ ഇരുട്ട് വരുമെന്നാണ്. യാ അല്ലാഹ്, ഇരുട്ടായി മാറും. മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞത് അതിന്റെ പ്രകാശം നഷ്ടപ്പെട്ടാൽ ഇങ്ങനെ സംഭവിക്കുന്ന. ഇവര് പറയുന്ന കണക്ക് 5 ബില്യൺ വർഷം കൂടെ കഴിഞ്ഞാൽ സൂര്യനിൽ എന്തുണ്ടാവില്ല, വെളിച്ചമുണ്ടാവില്ലെന്നാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അശ്ശംസു വൽ ഖമറു യുകവ്വറാനി, സൂര്യനും ചന്ദ്രനും തക്വീർ നടക്കും. സൂര്യന് വെളിച്ചം നഷ്ടപ്പെടുന്ന പോലെ ചന്ദ്രനും വെളിച്ചം നഷ്ടപ്പെടും. ഉറപ്പാണ്, സൂര്യന്റെ പ്രകാശം പോയാൽ ഓട്ടോമാറ്റിക്കലി ചന്ദ്രന്റേതും പോകും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്, അശ്ശംസു വൽ ഖമറു യുകവ്വറാൻ, രണ്ടുപേരിനും രണ്ടാൾക്കും തക്വീർ സംഭവിക്കും. സുബ്ഹാനല്ലാഹ്, ഒരുപാട് വിഷയങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ. ഇതൊക്കെ ഓടുകയാണ്, സൂര്യനും നക്ഷത്രങ്ങളൊക്കെ ഓടുകയാണ്, ഭയങ്കര ഓട്ടത്തിലാണ്. അല്ലാഹുല്ലദീ റഫഅ അസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, അല്ലാഹു ആണ് ആകാശഗോളങ്ങളെ ഉയർത്തി വെച്ചിരിക്കുന്നത്. ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു തൂണും അവിടെ ഇല്ല. ഇതൊക്കെ പൊന്തിച്ച് നിർത്തിയിരിക്കല്ലേ, ഒന്നും താഴെ വീഴുന്നില്ല, ഭൂമി ഭൂമിയായിട്ട്. ഏതാണ് ഈ ലോകം മുഅ്മിനെ? 1,08,000 സ്പീഡിൽ നമ്മൾ പോകുന്നുണ്ട് നമ്മളെ ഭൂമി. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയുടെ അത്ഭുതം അങ്ങനെയാണ്. നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണ്. അങ്ങനെ ഒരു കറക്കം നമ്മുടെ ഭൂമി പൂർത്തിയാക്കുമ്പോഴാണ് നമ്മളൊരു കൊല്ലം പൂർത്തിയായി എന്നാ ബർത്ത്ഡേ എന്ന് പറയുന്നത്. എന്താ നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ഈ ക്രിസ്തീയ ആചാരങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടും അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു അല്ലേ. സൂര്യൻ അതിന്റെ കറക്കം പൂർത്തി, നമ്മൾ അത് അറബ് കലണ്ടർ കണക്കാക്കിയാലും നമ്മൾ ക്രിസ്ത്യൻ കലണ്ടർ ജനുവരി 31 അല്ലേ, അവിടെ ആഘോഷിക്കുക കുപ്പി പൊട്ടിച്ചിട്ട്. പുതിയ വർഷം എന്താണ് ഈ ആരംഭിക്കുന്നത്? സൂര്യന്റെ ചുറ്റും നമ്മുടെ ഭൂമി മഹായാത്ര. സൂര്യൻ ഭൂമി പോയ സ്പീഡ് എത്രയാ? 1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ. അങ്ങനെ പോണ വല്ല വാഹനമുണ്ടോ നമ്മുടെ റോഡിൽ, ആകാശത്ത്? 1 മണിക്കൂറിൽ. ഒരുപക്ഷെ സ്പേസ് ഷട്ടിലുകൾ ഉണ്ടാകും. പക്ഷേ ഭൂമി ഈ സ്പീഡ് എവിടുന്ന്, ഏത് പെട്രോൾ പമ്പെന്ന, ഏത് അഡ്നോക്കുന്ന ഭൂമി പെട്രോൾ അടിക്കണത് പോകാൻ? ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, എവിടുന്ന് കിട്ടുന്നു ഇതൊക്കെ? എവിടെ നിർത്തിയിട്ടാണ് പോകാനുള്ള ഇന്ധനം വേണ്ടേ കറങ്ങാൻ? പിന്നെ നമ്മൾ ആലോചിക്കണോ? നമ്മൾ ആകെ ആലോചിക്കണത് 2 ഏക്കർ സ്ഥലം എങ്ങനെയാ വാങ്ങാന്ന്. ആകെ നമ്മൾ അത്രേ ആലോചിക്കണുള്ളൂ. കുറെ ജോലി ചെയ്യണം, പോരണ്ടാക്കണം, ഒരു കാറും വാങ്ങി ഞെളിഞ്ഞ് നടക്കണം അല്ലേ. 10 സെന്റ് ഭൂമിയും കയ്യിലായ അല്ലാഹ്, എന്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളൊക്കെ കഴിഞ്ഞു, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല അല്ലേ. മരിച്ചാൽ കുഴപ്പമില്ല എന്നാരും പറയുന്നില്ല അല്ലേ. ഇങ്ങനെ നമ്മൾ ബുദ്ധിക്ക് പണി കൊടുക്കാതെ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം, എത്ര വലിയ അത്ഭുതങ്ങളുടെ ഇടയിലൂടെ നമ്മൾ ഈ പോകുന്നത്. ഇതിൽ വലിയൊരു അത്ഭുതം, സീറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ കറങ്ങണില്ലേ എന്ന് അല്ലാഹു തആല പറഞ്ഞു. നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുന്നില്ലേ? ഈ ഭൂമി 1,00,000 കിലോമീറ്റർ, 1,08,000 ആണ്. 1,00,000 കിലോമീറ്റർ 1 മണിക്കൂറിൽ എന്ന സ്പീഡിൽ നമ്മളെ കൊണ്ട് കറങ്ങി ഒരു കറക്കം പൂർത്തിയാക്കും സൂര്യന് ചുറ്റും. അപ്പോഴാണ് നമുക്കൊരു വർഷം പൂർത്തിയാവുന്നത്, 365 ദിവസമാകുന്നത്. ഈ സ്പീഡിൽ ഭൂമി കറങ്ങി സൂര്യന്റെ ചുറ്റും ഒരു റൗണ്ട് ചെയ്യുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. കറങ്ങുമ്പോ നമ്മൾ അറിയുന്നുണ്ടോ? ഒരു സാധനം, വാഹനം പോയി എന്തൊരു കൊടുങ്കാറ്റ് വരും. നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ വല്ലതും അറിയുന്നുണ്ടോ? വല്ല കൊടുങ്കാറ്റ്. നമ്മുടെ ഭൂമിയുടെ മീതെ ഒരു അന്തരീക്ഷം അല്ലാഹു വെച്ചിട്ടുണ്ട്. ഇത് അന്തരീക്ഷം ഭൂമിയുടെ ഭാഗമാണ്. അന്തരീക്ഷം ഭൂമിയുടെ ഭാഗമാണ്. ഞാൻ പറയുന്നത്, ഈ കറക്കം കറങ്ങുമ്പോഴും അന്തരീക്ഷം ഭൂമിന്റെ ഒപ്പം കറങ്ങണമെന്നാണ്. അതല്ലെങ്കിൽ ഇപ്പോ ദുബായിൽ നിന്നോ അബുദാബിയിൽ നിന്നോ ഒരു ഫ്ലൈറ്റ് അങ്ങ് കാനഡയിലേക്ക് പോകണമെങ്കിൽ,
സുബ്ഹാനല്ലാഹ്, ഭൂമിയുടെ മധ്യം ക്രോസ് ചെയ്തിട്ട് പോവാണെന്ന് സങ്കല്പിച്ചു നോക്കൂ. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ അന്തരീക്ഷം കറങ്ങണില്ല, ഭൂമിയുടെ മുകളിൽ ഭൂമി മാത്രം കറങ്ങുകയാണ്. ഭൂമി എന്ന മണ്ണേ കറങ്ങണുള്ളൂ, വായു കറങ്ങണില്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് നേരെ പൊങ്ങിങ്ങനെ നിന്നാൽ മതി. കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ പിറ്റേന്നാകുമ്പോൾ ഭൂമി ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ കാനഡ അങ്ങനെ വരുമ്പോൾ അങ്ങോട്ട് ലാൻഡ് ചെയ്താൽ മതി. ഫ്ലൈറ്റിന് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. വായു വെയിറ്റ് ചെയ്താൽ മതി. ഭൂമി വായുവിനെയും കൊണ്ടാ കറങ്ങണത്. അതുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല, പൂ തന്നെ വേണം ഭൂമിന്റെ ഒപ്പം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് സീറു ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കണില്ലേ. ഭൂമിന്റെ മേലെ എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ റോഡിലൂടെയുള്ള യാത്ര മാത്രമേ വരുള്ളൂ. ഭൂമിയിൽ ഫിൽ അർളി എന്ന് പ്രയോഗിച്ചപ്പോ മനസ്സിലായി, വായുവിൽ കറങ്ങിയാലും നമ്മൾ ഭൂമി വിട്ടു പോണില്ല, ഭൂമിയുടെ ഭാഗമാണ് വായു. ഇതൊക്കെ കൊണ്ടാ ഭൂമി കറങ്ങണത്. ഒരു മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ വേഗതയിൽ. നമ്മൾ വല്ല കൊടുങ്കാറ്റും അറിയുന്നുണ്ട് ഈ പോക്കിൽ? അള്ളാഹുവിന്റെ സമദാനീയത്താ നമ്മൾ മനസ്സിലാക്കണം. പടച്ചതമ്പുരാന്റെ സൃഷ്ടിപ്പ് എത്ര വൈഭവമാണ്. നമ്മളൊരു കാറ്റും അറിയുന്നില്ല, എത്ര സ്പീഡിൽ നമ്മളൊക്കെ പോണതെന്ന്. ആരെങ്കിലും ആടി വീഴുന്നുണ്ടോ? കൊടുങ്കാറ്റുണ്ട്, ഭൂമിന്റെ പോക്കിന്റെ സ്പീഡുണ്ട്? ഇല്ല. ഇങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ ചിന്തിക്കാൻ പറഞ്ഞേച്ചതാ പടച്ചതമ്പുരാൻ. ആലോചിക്കണില്ലേ അള്ളാഹിനെ പറ്റി? ഇതൊക്കെ കേൾക്കുമ്പോ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ മനുഷ്യൻ മുന്നോട്ട് വരും. യാ അല്ലാഹ്, ഈ രാത്രിയെ സംവിധാനിച്ച പടച്ചവൻ, എന്റെ റബ്ബിനെ എന്തിനു പറഞ്ഞയച്ചു? ഞാനത് ചെയ്യാണ് ഇവിടെ. എന്റെ റബ്ബിനെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നിസ്കാരം അവന് ഇഷ്ടമാണ്, നോമ്പ് അവന് ഇഷ്ടമാണ്. അള്ളാഹുവിനോട് ഹബ്ബ് തോന്നുകയാണ്, സ്നേഹം തോന്നുകയാണ്. അങ്ങനെ അറിയുമ്പോഴേ അള്ളാഹ്ക്ക് ദിക്റില്ലുമ്പോ ആ ദിക്റിന്റെ മാന വരുന്നുള്ളൂ. എന്റെ റബ്ബിനെ അറിഞ്ഞിട്ടാ ഞാൻ അല്ലാഹു സുബ്ഹാനക, നീ മഹത്വമുള്ളവനാണ് റബ്ബേ. എങ്ങനെയാണ് ഈ മഹത്വം? ഇതൊക്കെ പടച്ച അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാലോചിക്കുക. അല്ലാഹുല്ലദീ റഫഅ